നമുക്കിന്ന് പോർക്കും കൂർക്കയും കൂടി കറി വെച്ചാലോ? അതിനായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത പോർക്ക് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് കൂർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളക് അരിഞ്ഞതും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ഇറച്ചി വേവിക്കാൻ വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂർക്കയും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ പോർക്കും കൂർക്കയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കപ്പയും ചേർത്തൊന്ന് ഒരു പിടി പിടിച്ചാലോ? വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.